वेलकम एवरीवन टू മൈ ലോഡ് സ്റ്റാർ യൂട്യൂബ് ചാനൽ. ഓക്കെ, അനുവാദിക്ക് മെഹത്വ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. अनुवाद के महत्व. उत्तर आधुनिक युग में अनुवाद के महत्व व उपादेयता को विश्व भर में स्वीकारा जा चुका है. ഉത്തര ആധുനിക യുഗത്തിൽ അനുവാദ് എന്നതിൻ്റെ മഹത്വവും അതിൻ്റെ യൂസബിലിറ്റിയും ഈ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. वैदिक युग के पुनःकथन से लेकर आज के ट्रांसलेशन तक आते आते अनुवाद अपने स्वरूप और अर्थ में बदलाव लाने के साथ साथ अपने बहुमुखी व बहुआयामी प्रयोजन को सिद्ध कर चुका है. അപ്പോൾ വൈദിക യുഗത്തിലെ പുനഃകഥൻ അല്ലേ, പുനഃകഥൻ മീൻസ് എന്താണ്? വീണ്ടും പ്രസ്താവിക്കുക. അപ്പം ഈ വൈദിക യുഗത്തിലെ അനുവാദ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരുന്നത്? വീണ്ടും പ്രസ്താവിക്കുക, പുനഃകഥൻ. അതിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ട്രാൻസ്ലേഷനിൽ എത്തി നിൽക്കുകയാണ്. എന്ത്? അനുവാദ് സ്വരൂപ അർത്ഥമേ ബദലാവ് ലാനേക്ക് സാത്ത് സാത്ത്. അപ്പം അനുവാദ് എന്ന അതിൻ്റെ സ്വരൂപവും അതിൻ്റെ അർത്ഥവും രൂപവും അർത്ഥവും എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ബഹുമുഖീവ ബഹുആയാമി പ്രയോജനം അല്ലേ, അതിൻ്റെ മൾട്ടി ഡയമെൻഷനൽ ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സിദ്ധ കർ ചുക്കാ ഹെ, പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. प्राचीन काल में स्वतः सुखाय माना जाने वाला अनुवाद कर्म आज संगठित व्यवसाय का मुख्य आधार बन गया है. പ്രാചീന കാലഘട്ടത്തിൽ സ്വതഃ സുഖായ് മീൻസ് സെൽഫ് സൂത്തിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇന്ന് അനുവാദ് എന്ന കർമ്മം ആജ് സംഘടിത വ്യവസായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ രൂപത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞു. ദൂസരെ ശബ്ദോമേം കഹേത്തോ दूसरे शब्दों में कहे तो अनुवाद प्राचीन काल की व्यक्ति परिधि से निकालकर ആധുനിക യുഗ की സമഷ്ടി പരിധി में समा गया है. അപ്പം മറ്റൊരു ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ അനുവാദ് എന്നത് പ്രാചീന കാലത്തിലെ അത് വ്യക്തി പരിധി, അത് പേഴ്സൺ സർക്കുംഫറൻസിൽ നിന്ന് മാറി, വ്യക്തിയുടെ ഒരു ചുറ്റളവിൽ നിന്നുള്ളത് മാറിയിട്ട് ആധുനിക യുഗത്തിൻ്റെ സമഷ്ടി പരിധി, അതായത് പോപ്പുലേഷൻ റേഞ്ചിലേക്ക്, जनसंख्या परिधिയിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. आज विश्व भर में अनुवाद की आवश्यकता जीवन के हर क्षेत्र में किसी न किसी रूप में दिखाई जाती है. അപ്പോൾ ഇന്ന് ഈ ലോകം മുഴുവൻ അനുവാദ് की ആവശ്യകത, ട്രാൻസ്ലേഷൻ എന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ജീവിതത്തിൻ്റെ ഹർ ക്ഷേത്രമേം, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് കിസീന കിസി രൂപമേം, ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കതിനെ ആവശ്യകത എന്താണെന്ന് നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. और इस तरह अनुवाद आज के जीवन की अनिवार्य आवश्यकता बन गया है. അങ്ങനെ ഇപ്രകാരം അനുവാദ് എന്നത് ആജ് കെ ജീവൻ കി, ഇന്നത്തെ ജീവിതത്തിൽ അനിവാര്യ ആവശ്യകത അല്ലേ, അത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിക്കഴിഞ്ഞു. 20वीं शताब्दी के अवसान और 21वीं सदी के स्वागत के बीच आज जीवन का कोई भी ऐसा क्षेत्र नहीं है जहाँ पर हम चिंतन और व्यवहार के स्तर पर अनुवाद के आग्रही न हो. 20वीं ശതാബ്ദിക്ക് അവസാനം അല്ലെ, 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും, അതിനിടയ്ക്ക് ആജ് ജീവൻ കാ കോയി ബി ഐസാ ക്ഷേത്ര നഹി ഹെ, ജീവിതത്തിൽ ഇങ്ങനെ ഒരു മണ്ഡലം ഇല്ല അല്ലേ എന്ന് പറയുന്നത് എന്താണ്? ജഹാം പർ ഹം ചിന്തൻ ഓർ വ്യവഹാർ കെ സ്തർ പർ അനുവാദ് കെ ആഗ്രഹീന ഹോ, നമ്മളെ ചിന്തിക്കുന്നതും അതുപോലെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇല്ലേ, എല്ലാ ഘട്ടത്തിലും അനുവാദ് കെ ആഗ്രഹിയില്ലേ, നമ്മൾ നിർബന്ധിതരാകണം. ഈ അനുവാദ് എന്ന കർമ്മം, ആ ട്രാൻസ്ലേഷന് നമുക്ക് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ആ എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്റ്റേജിലും നമുക്ക് ഈ ട്രാൻസ്ലേഷൻ എന്നത് വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. भारत में अनुवाद की परंपरा पुरानी है, किंतु अनुवाद को जो महत्व 20वीं सदी के उत्तरार्ध में प्राप्त हुआ वह पहले नहीं हुआ था.
ഭാരത് മേം അനുവാദ് കി പരമ്പര പുരാനി ഹെ. ഭാരതത്തിൽ അനുവാദ് എന്നതിൻ്റെ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പഴയതാണ്. അപ്പോൾ അത്രയും പഴയ കാലം തൊട്ടിട്ട് തന്നെ ഈ അനുവാദ് എന്നുള്ളത്, ട്രാൻസ്ലേഷൻ എന്നുള്ളത് നമ്മൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കിന്തു അനുവാദ് കോ ജോ മെഹത്വ, എന്നാൽ അനുവാദിന് അതിൻ്റേതായിട്ടുള്ള ആ മെഹത്വം 20वीं സദിക്ക് ഉത്തരാർദ്ധമേം പ്രാപ്ത ഹുവ. 20वीं സദിയുടെ ഉത്തരാർദ്ധത്തിലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആ രൂപത്തിൽ അതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കിട്ടുന്നത് എന്ന് പറയുന്നത് 20वीं സദിക്ക് ഉത്തരാർദ്ധമേം പ്രാപ്ത ഹുവ. വഹ് പെഹലെ നഹി ഹുവാത. പക്ഷെ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും ഇമ്പോർട്ടൻസ് ആദ്യം മുതലേ പ്രാചീന കാലത്ത് ഉണ്ട് എങ്കിൽ പോലും അത്രയും ഇമ്പോർട്ടൻസ് അതിന് ഉണ്ടായിരുന്നില്ല. सन 1947 में भारत के स्वतंत्र होने के पश्चात देश की आर्थिक एवं राजनीतिक स्थिति में परिवर्तन आया. 1947 ഭാരത് കെ സ്വതന്ത്ര ഹോനെ, നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ദേശ് കി ആർത്തിക് ഏവം രാജനീതിക് സ്ഥിതി, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആ ഒരു സ്ഥിതിയിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. വിശ്വ കെ अन्य देशों के साथ भारत के आर्थिक एवं राजनीतिक സമീകരൺ ബദലെ. ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ ഭാരതത്തിൻ്റെയും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ആ ഒരു ഇക്വേഷൻ അല്ലേ, ആ സമീകരൺ ബദലെ, അത് മാറി. രാജനൈതിക് അതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള അവസ്ഥയല്ല പിന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം. രാജനൈതിക് और आर्थिक कारणों के साथ विज्ञान एवं प्रौद्योगिकी का विकास भी इस युग की प्रमुख घटना है, जिसके फलस्वरूप विभिन्न भाषी समुदायों में संपर्क की स्थिति उभर कर सामने आई. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജനൈതിക് ഓർ ആർത്തിക കാരണവും കെ സാത്ത് അല്ലെ, രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങളുടെ കൂടെ വിജ്ഞാൻ ഏവം പ്രാദ്യോഗികി അല്ലെ, ശാസ്ത്രവും സയൻസും അതുപോലെ പ്രാദ്യോഗികി മീൻസ് ടെക്നോളജിയും അതിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും വികാസവും ഡെവലപ്മെൻറ്റ്സും ആ യുഗത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. പ്രമുഖ ഘടന ഹെ, ജിസ്കെ ഫലസ്വരൂപ് അല്ലേ, അതിൻ്റെ ഫലമായിട്ടല്ലേ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വിഭിന്ന ഭാഷി സമുദായവും സമ്പർക്ക് കി സ്ഥിതി ഉഭർക്കർ സാമനെയായി. പലതരത്തിലുള്ള വിഭിന്ന ഭാഷി സമുദായവും വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന സമുദായങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഒരുമിച്ച് സമ്പർക്ക് കി സ്ഥിതി, ഒരുമിച്ച് ഇടപഴകേണ്ട ആ ഒരു സ്ഥിതിവിശേഷമാണ് പിന്നെ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ. आज विश्व के अधिकांश बड़े देशों में एक प्रमुख भाषा के साथ साथ अन्य कई भाषाएं भी गौण भाषा के रूप में समांतर चल रही है. अब आज विश्व के अधिकांश बड़े ദേശവും ഇന്ന് ലോകത്തിൽ ഒരുപാട് വലിയ രാജ്യങ്ങളിൽ ബഡേ ദേശവും एक പ്രമുഖ ഭാഷയ്ക്ക് സാത്ത് സാത്ത് ഒരു പ്രമുഖ ഭാഷ ആ രാജ്യത്ത് മെയിനായിട്ട് സംസാരിക്കുന്ന ഒരു മെയിൻ ലാംഗ്വേജ് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ അന്യ കൈ ഭാഷയും പിന്നെ അത് കൂടാതെ മറ്റു ഒരുപാട് ഭാഷകൾ ഗൗണ ഭാഷയ്ക്ക് രൂപമേയും അതായത് സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ടും സമാന്തർ ചൽരഹെ സമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ജീവിതത്തിൽ ഒരു മുഖ്യ ഭാഷ ഒരു മെയിൻ ലാംഗ്വേജ് ഉണ്ടാകും. അതിന് കൂടെ തന്നെ മറ്റു കുറേ ലാംഗ്വേജുകൾ എന്താണ് ഗൗണ സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. अतएव एक ही भौगोलिक सीमा की राजनैतिक प्रशासनिक इकाई के अंतर्गत भाषाई बहुसंख्यक भी रहते हैं और भाषाई अल्पसंख्यक भी. അത്യവ് ഏക് ഹി ഭൗഗോളിക് സീമാക്കി അതായത് ഒരു ഭൂഗോള സീമയ്ക്കകത്ത് അല്ലേ, ഒരു രാജ്യത്തിനകത്ത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഭൗഗോളിക് സീമ മീൻസ് ഒരേ വസ്ത്രം, ഒരേ ഭാഷ അല്ലെങ്കിൽ ഒരേ കൾച്ചർ അങ്ങനെ താമസിക്കുന്ന ആ ഒരു ഭൗഗോളിക് സീമാക്കി പരിധി ഹെ. അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആ രാഷ്ട്രീയവും അതുപോലെ പ്രശാസനിക്കിലെ രാജനൈതിക് രാഷ്ട്രീയപരമായിട്ടുള്ള
इकाई के अंतर्गत അതിനകത്ത് ഭാഷായി ബഹുസംഖ്യക് ബി രഹത്തെ ഹെ ഓർ ഭാഷായി അല്പസംഖ്യക് ബി. അതായത് ഒരുപാട് ഭാഷ സംസാരിക്കുന്ന അല്ലെ ലിംഗ്വിസ്റ്റിക് മെജോറിറ്റിയും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയും. അതാണ് ഭാഷായി ബഹുസംഖ്യക് മീൻസ് ലിംഗ്വിസ്റ്റിക് മെജോറിറ്റി ഓർ ഭാഷായി അല്പസംഖ്യക് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയും. അത് രണ്ടും ഇതിനകത്ത് ഈ ഒരു ഭൗഗോളിക് സീമാ പരിധിക്കകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. अतः विभिन्न भाषा भाषियों के बीच उनकी अपनी भाषा में संपर्क स्थापित कर लोकतंत्र में सबकी हिस्सेदारी सुनिश्चित की जा सकती है. വിഭിന്ന ഭാഷാഭാഷിയോംക്കെ ബീച്ച് വ്യത്യസ്തമായിട്ട് ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഉനിക്ക് അപ്പനി ഭാഷാമേം സമ്പർക്ക് സ്ഥാപിതക്കർ അവരുടെ ഭാഷയിൽ തന്നെ സമ്പർക്കം സ്ഥാപിക്കാനായിട്ട് ലോകതന്ത്രമേം സബക്കി ഹിസ്സേദാരി സുനിശ്ചിത് കി ജാ സക്തി ഹെ. ലോകതന്ത്രത്തിൽ അല്ലെ അതായത് ജനാധിപത്യത്തിൽ നമ്മുടെ ആ ഒരു ഹിസ്സേധാരി നമ്മുടെ ഒരു പങ്കാളിത്തം സുനിശ്ചിതമാക്കാനായിട്ട് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും അല്ലേ. നമുക്കൊരു ലാംഗ്വേജ് അറിയില്ല എങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപഴകാനായിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് ആ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടാൻ അവരുടെ ഭാഷയിലും അവരുടെ സംസ്കാരവും പഠിക്കണമെങ്കിൽ അതിൽ നമുക്ക് ഈ അനുവാദ് എന്നുള്ള കർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. അവരുടെ ഭാഷയിലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഭാഷയിൽ അവരുടെ ഭാഷയിലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ കാര്യങ്ങൾ അവരുടെ കൾച്ചർ എന്താണ് അവരുടെ ഭാഷ എന്താണ് അവിടുത്തെ നിയമം എന്താണ് അതൊക്കെ നമ്മുടെ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ ഭാഷയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇടപഴകുമ്പോൾ അതിന് ഒരു തടസ്സമേ ഉണ്ടാകില്ല. वस्तुतः अंतर्राष्ट्रीय स्तर पर विभिन्न देशों के बीच राजनैतिक आर्थिक सांस्कृतिक तथा विज्ञान एवं प्रौद्योगिकी के क्षेत्र में बढ़ती हुई आदान प्रदान की अनिवार्यता ने अनुवाद एवं अनुवाद कार्य के महत्व को बढ़ा दिया है. വസ്തുതഹ ഇനി അത് പറയുകയാണെങ്കിൽ അന്തർരാഷ്ട്രീയ സ്തർ പർ അന്താരാഷ്ട്രീയ നിലവാരത്തിൽ വിഭിന്ന ദേശോം കെ ബീച്ച് അല്ലേ ഈ ലോകം മുഴുവനും നോക്കുമ്പോൾ അന്താരാഷ്ട്രീയ നിലവാരത്തിൽ നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓരോരോ രാജ്യങ്ങൾക്കിടയിൽ രാജനൈതിക് ആർത്തിക് സാംസ്കൃതിക് അല്ലേ അവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പിന്നെ ശാസ്ത്രം പിന്നെ ടെക്നോളജി ഇതിൻ്റെ ഒക്കെ ആ ഒരു വിഭാഗത്തിൽ ഒരു മണ്ഡലത്തിൽ ബഡ്തി ഹുയി ആദാൻ പ്രദാൻ കി അനിവാര്യതാനെ അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ആ കൊടുക്കൽ വാങ്ങലുകളുടെ പരസ്പര ബന്ധങ്ങളിൽ ഈ പറഞ്ഞ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും പിന്നെ ശാസ്ത്രമായാലും ടെക്നിക്കായാലും പരസ്പരം എല്ലാ രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എല്ലാ കാര്യത്തിലും പരസ്പര സഹകരണവും സമത്വവും ഉണ്ട്. ഇന്ന് അല്ലാതെ ഒരു രാജ്യം ഒരു ഭാഷ സംസാരിക്കുന്നവർ ഒരു കൾച്ചറുള്ളവർ മാത്രം ഒതുങ്ങിക്കൂടി നമ്മൾ പുറം ലോകം അറിയാതെ അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നാണ് അല്ലേ മറ്റുള്ളവരുമായിട്ട് ഒരു ഇടപെടലൊന്നും ഇല്ലാണ്ട് ആ ഒരു രാജഭരണ കാലത്തൊക്കെയാണ് ഭാരതത്തിലായാലും എല്ലാ പിന്നെ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാ രാജ്യത്തുള്ളവരും ഇങ്ങോട്ട് വരികയും നമ്മുടെ ഭാരതത്തിലുള്ളവർ മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അതുപോലെ ടെക്നോളജിയുടെ കാര്യത്തിലെയും ശാസ്ത്രത്തിൻ്റെ കാര്യത്തിലെയും ഇന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞു. ആ വളർച്ചയ്ക്കൊക്കെ കാരണം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് എല്ലായിടത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും പരസ്പര സഹായവും സഹകരണവും അല്ലേ അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അറിയണമെങ്കിൽ അവിടുത്തെ കൾച്ചർ അറിയണം, അവിടുത്തെ ഭാഷ അറിയണം, അവിടുത്തെ രീതി റിവാസ് അറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം ഈ ട്രാൻസ്ലേഷന് ഒരുപാട് इम्पोर्टेंस ഉണ്ട് എന്നാണ് പറയുന്നത്. അനുവാദ് ഏവം അനുവാദ് कार्य के महत्व को बढ़ा दिया है. അനുവാദ് ഏവം അനുവാദ് कार्य के महत्व को बढ़ा दिया है. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. हमारे देश में अनुवाद का महत्व പ്രാചീന കാൽ സേ ഹി സ്വീകൃത് ഹെ. നമ്മുടെ രാജ്യത്തിൽ അനുവാദ് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാചീന കാലം തൊട്ട് തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. प्रोफेसर जी गोपीनाथन ने ठीक ही लक्ष्य किया था कि अनुवाद आज व्यक्ति की സാമാജിക് ആവശ്യകത ബൻ ഗയാ ഹെ അല്ലേ. പ്രൊഫസർ ഗോപിനാഥൻ ജി പറയുന്നതനുസരിച്ചിട്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം? അനുവാദ് ആജ് വ്യക്തിക്ക് സാമാജിക് ആവശ്യകത. അനുവാദ് എന്നുള്ളത് ഇന്ന് ഒരു വ്യക്തിയുടെ ഒരു സാമൂഹിക ആവശ്യകതയായിട്ടത് മാറി
മാറിയിരിക്കുകയാണ് അല്ലേ, ഒരു സാമൂഹിക ആവശ്യമായിട്ടത് മാറിയിരിക്കുകയാണ്. आज के सिमटते हुए संसार में संप्रेषण माध्यम के रूप में अनुवाद भी अपना निश्चित योगदान दे रहा है. आज के सिमटते हुए संसार में അല്ലേ, ഇന്ന് ഒരു ഷ്രിങ്കിങ് ആയിട്ടുള്ള ഒരു ചുരുങ്ങിയ അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഏറ്റവും ഇടുങ്ങിയിട്ടുള്ള അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കിങ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് സംസാരമേം സംപ്രേഷൺ മാധ്യം കെ രൂപമേം, അതായത് നമ്മൾ ഇന്ന് എന്താണ് ഈ ലോകം തന്നെ നമ്മളുടെ വിരൽത്തുമ്പിലാണ് എന്ന് പറയും അല്ലേ. അപ്പം ആ ലോകം എന്ന് പറയുന്നത് അത്രയും ചുരുങ്ങി കഴിഞ്ഞു അല്ലേ, ഇത്രയും വൈഡ് അല്ല. ഇപ്പം നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയുവാനും അതുപോലെ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ ഇരുന്നവിടെ തന്നെ ഇരുന്നു കൊണ്ട് സാധിക്കും. അതാണ് ലോകം ഒരു വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചുരുങ്ങിക്കഴിഞ്ഞു, അത്രയും ചെറുതായി കഴിഞ്ഞു അല്ലേ. ഇത്രയും വലിയ ലോകം വൈഡായിട്ടല്ല കാണുന്നത് അല്ലേ. നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് അവിടെ എത്താനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ഒരുപാട് താമസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല, നമുക്ക് ഇരുന്നവിടെ തന്നെ ഇരുന്ന് വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും എത്ര ദൂരെ നടക്കുന്നതാണെങ്കിലും അറിയാനും അങ്ങോട്ടേക്ക് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അത്രയും എളുപ്പമുണ്ട്. അതാണ് ഇവിടെ ഷ്രിങ്കിങ് എന്ന ഒരു വാക്കുകൊണ്ട് സിമട്ടെ ഹുയ മീൻസ് എന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ലോകത്തിൽ സംപ്രേഷൻ മാധ്യം കെ രൂപമേ അല്ലേ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ രൂപത്തിൽ അനുവാദ് ബി അപ്പിന നിശ്ചിത യോഗദാൻ രഹാ ഹെ, അനുവാദം അത് അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഭാരത് ജയ്സെ ബഹുഭാഷി ദേശമേ, ഭാരതത്തിനെ പോലെയുള്ള ഒരു ബഹുഭാഷി ദേശം അല്ലേ, അതായത് മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ് ഇവിടെ, അതായത് ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തിനെ പോലെയുള്ള അപ്പം ഇങ്ങനെ ഒരു രാജ്യത്ത് അനുവാദിക്ക് ഉപാധേയത സ്വയം സിദ്ധ ഹെ, അനുവാദിൻ്റെ ആ യൂസബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. भारत के विभिन्न प्रदेशों के साहित्य में निहित मूलभूत एकता के स्वरूप को निखारने के लिए अनुवाद ही एकमात्र अचूक साधन है. അപ്പോൾ ഭാരതത്തിനെ പോലെ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഒരു ദേശമായതുകൊണ്ട് തന്നെ അനുവാദിന് ഇവിടെ ഒരു യൂസബിലിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭാരത് കെ വിഭിന്ന പ്രദേശവും കെ, ഭാരതത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സാഹിത്യം നിഹിത മൂലഭൂത ഏകതാക്കെ സ്വരൂപക്കോ, നമ്മുടെ ഭാരതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യം ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെയൊക്കെ മൂലഭൂത ഏകത അല്ലെ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഐക്യം, അതിൻ്റെ സ്വരൂപം അല്ലേ, അതൊക്കെ നിഖാർണിക്കലേ, അതൊക്കെ അനുഭവിക്കാനായിട്ട് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അനുവാദ്ക്ക് ഏകമാത്ര അച്ചൂക്ക് സാധൻ ഹെ, അനുവാദ് എന്നുള്ളത് മാത്രമാണ് ഇൻഫാലിബിൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡ്, ആ ഒരു സാധനം എന്ന് പറയുന്നത്. അച്ചൂക്ക് അല്ലെ മീൻസ് ഇൻഫാലിബിൾ, അതായത് ശരിയായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അനുവാദാണ്. അപ്പോഴാണ് ഒരു ലാംഗ്വേജിൽ ഒരു പ്രദേശത്തുള്ള ഒരു ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരം അവിടുത്തെ സാഹിത്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അത് വായിച്ച് നമ്മുടെ ഭാഷയിൽ തന്നെ അത് വായിച്ചിട്ട് മറ്റുള്ളൊരു സംസ്കാരത്തെക്കുറിച്ച് മറ്റൊരു സാഹിത്യത്തെക്കുറിച്ച് അതിൻ്റെ ഭംഗിയെക്കുറിച്ച് ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. इस तरह अनुवाद द्वारा मानव की एकता को रोकने वाली भौगोलिक और भाषाई दीवारों को ढहाकर विश्व मैत्री को और सुदृढ़ बना सकते हैं. ഇപ്രകാരം അനുവാദ് ആ ട്രാൻസ്ലേഷൻ എന്ന ഒരു പ്രക്രിയ മുഖേന മാനവ്കി ഏകതാക്കോ മനുഷ്യൻ്റെ ഐക്യത്തെ റോക്കിനെവാലി ഭൗഗോളിക് മനുഷ്യൻ്റെ മാനവരുടെ ആ ഒരു ഐക്യത്തിന് തടസ്സമായിരിക്കുന്ന റോക്കിനെവാലി തടസ്സമായി നിലകൊള്ളുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭാഷായി ദിവാരവും അല്ലേ, ഭാഷാപരമായിട്ടുള്ള ആ ഒരു ചുമരുകൾ ഡഹാക്കർ അതിനെയൊക്കെ തകർത്തുകൊണ്ട് അല്ലെ ബൈ കൊളാപ്സിങ് അതിനെയൊക്കെ തകർത്തുകൊണ്ട് വിശ്വമൈത്രിക്കോ ഓർ സുദൃഢ ബനാ സക്തേ ഹെ, വിശ്വമൈത്രിയെ അല്ലെ ലോക ഐക്യത്തെ നമുക്ക് ഒന്നുകൂടി ദൃഢമാക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? ഈ അനുവാദിക്ക് ക്രിയാസെ
അല്ലേ? അനുവാദ് എന്ന ക്രിയ കൊണ്ട് മാത്രമാണ് ഈ ഭാഷായി ദിവാരോം കോലെ എന്താണ് ഈ നമ്മുടെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമുക്ക് ഭാഷയാണ്. ഭാഷ എന്ന ഒരു ചുമര്, ഒരു മതിൽക്കെട്ട് വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒരു അന്യഭാഷ സംസാരിക്കുന്ന ഒരു ഫ്രഞ്ചോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമുക്കറിയാത്തത് എന്ത് ഭാഷയും ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് അവരോടൊന്നും സംസാരിക്കാൻ പോലും അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആകെ ഒന്ന് ഒതുങ്ങി മാറി നിൽക്കും, രണ്ടടി പുറകിലോട്ട് നിൽക്കും. എങ്ങനെ അവരോട് സംസാരിക്കും, എങ്ങനെ അവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നറിയാതെ. അപ്പോൾ അതേസമയം അപ്പോൾ നമുക്ക് ഇടയിൽ ആ ഒരു ഭാഷ എന്ന ഒരു മതിൽക്കെട്ട് വരികയാണ്. അപ്പോൾ അത് പൊട്ടിച്ചെറിയാനായിട്ട് ഈ അനുവാദ് എന്നുള്ള ഒരു ക്രിയ അതിവിടെ സാധിക്കുന്നുണ്ട്. 21वीं सदी में अनुवाद की महत्व. 21वीं സദിയിൽ 21ാം നൂറ്റാണ്ടിൽ അനുവാദിൻ്റെ മഹത്വം എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 21वीं शताब्दी के मौजूदा दौर में अनुवाद एक अनिवार्य आवश्यकता बन गया है. 21ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ അനുവാദ് എന്നുള്ള ഒരു ക്രിയയ്ക്ക് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറി. भारत जैसे बहुभाषा भाषी देश के जन समुदायों के बीच अंतर संप्रेषण के संवाहक के रूप में अनुवाद का बहुआयामी प्रयोजन सर्वविदित है. എന്താണ് ഇതിനകത്ത് പറയുന്നത്? നമ്മുടെ ഭാരതത്തിനെ പോലെ ബഹുഭാഷാ ഭാഷി ദേശിക്കയിലെ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഭാഷകളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അപ്പോൾ ഭാരതത്തിന് പോലെയുള്ള ഈ ഒരു രാജ്യത്ത് ജനസമുദായവും കെ ബീച്ച് ജനസമൂഹങ്ങൾക്കിടയിൽ അന്തസംപ്രേഷൻ കെ സംവാഹക രൂപമേ, അതായത് അവർക്കിടയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറാനായിട്ട്, ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് ആ ഒരു എന്താണ് മാധ്യമത്തിൻ്റെ രൂപത്തിൽ അനുവാദ് ക ബഹുആയാമി പ്രയോജൻ സർവവിദിത് ഹെ. അനുവാദാണ് മൾട്ടി ഡയമെൻഷനാലായിട്ട് അതിൻ്റെ ഒരു ബഹു ആയാമി ആയിട്ടുള്ള അതിൻ്റെ ബഹുമുഖ പ്രതിഭ, അതാണ് ഇവിടെ പ്രയോജനം ചെയ്യുന്നത്, അതാണ് ഇവിടെ വെൽ നോൺ ആയിട്ട് ഉള്ളത്. യഥി ആജ് ഖേ इस युग को अनुवाद का युग कहा जाए तो कोई अतिशयोक्ति न होगी, क्योंकि आज जीवन के हर क्षेत्र में अनुवाद की उपादेयता को सहज ही सिद्ध किया जा सकता है. അപ്പോൾ ഇന്നുള്ള ആ യുഗത്തിനെ അനുവാദ് കാ യുഗ് എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയും ഇല്ല അല്ലേ? അതിശയോക്തി ന ഹോഗി, ഒരു അതിശയോക്തിയും ഇല്ല. അനുവാദ് കാ യുഗ് എന്ന് പറയുന്നത് തന്നെയാണ് ഉത്തമം. ക്യോക്കി, എന്തുകൊണ്ടെന്നാൽ ആജ് ജീവൻ കെ ഹർ ക്ഷേത്രമേ, ഇന്ന് ജീവിതത്തിലെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും അനുവാദ് की ഉപാദേയത, അനുവാദിൻ്റെ യൂസബിലിറ്റി സഹജ് ഹി സിദ്ധ് കിയാ ജാ സക്താ ഹെ. വളരെ സരളമാണ്, വളരെ സഹജമായിട്ട് അനുവാദിൻ്റെ യൂസബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ധർമ്മ, ദർശൻ, സാഹിത്യ, ശിക്ഷ, विज्ञान, तकनीकी, वाणिज्य, व्यवसाय, राजनीति, कूटनीति आदि सभी क्षेत्रों में अनुवाद का अभिन्न സംബന്ധ रहा है. ധർമ്മദർശൻ അല്ലേ, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിലും, പിന്നെ സാഹിത്യ, ശിക്ഷ, നമ്മുടെ സാഹിത്യപരമായിട്ടുള്ള അല്ലേ ഡിപ്ലോമസി ആണെങ്കിലും, പിന്നെ വിജ്ഞാൻ തക്നിക്ക്, നമ്മുടെ ശാസ്ത്രവും അതുപോലെ ടെക്നോളജിയും, പിന്നെ വാണിജ്യ വ്യവസായം അല്ലേ, നമ്മുടെ ബിസിനസ് വ്യവസായപരമായിട്ടുള്ള കാര്യങ്ങൾ, രാജനീതി, കൂടനീതി, രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്സ് ആദി സഭി ക്ഷേത്രവും അനുവാദ ക അഭിന്ന സംബന്ധ രഹാ ഹെ അല്ലേ. ഇൻ്റഗ്രൽ ആയിട്ടുള്ള ആ ഒരു റിലേഷൻ ആണ് അനുവാദിന് ഇന്ന് എല്ലാ മണ്ഡലങ്ങളും ജീവിതത്തിൻ്റെ സഭീ ക്ഷേത്രവും അനുവാദ ക അഭിന്ന സംബന്ധ രഹാ ഹെ. ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഒരു റിലേഷനാണ് ഇന്ന് അനുവാദിന് ജീവിതത്തിൽ ഉള്ളത്. अतः चिंतन और व्यवहार के प्रत्येक स्तर पर आज मनुष्य अनुवाद पर आश्रित है. അതുകൊണ്ട് തന്നെ ചിന്തന ഓർ വ്യവഹാരಕ್ಕೆ പ്രത്യേക സ്തർ പർ, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെയും ഓരോരോ ഘട്ടത്തിലും ഇന്ന് മനുഷ്യൻ അനുവാദ പർ ആശ്രിത ഹെ, അനുവാദത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണം അല്ലേ, നമ്മൾ ഓരോ അടി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഇന്ന് പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരെ അല്ലെങ്കിൽ പല
നാട്ടിലുള്ളവരുമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഓരോ ചുവടുവെപ്പിലും അനുവാദം എത്രത്തോളം നമ്മൾ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇतना ही नहीं विश्व संस्कृति के विकास में भी अनुवाद की महत्वपूर्ण भूमिका रही है. അത് മാത്രമല്ല ഈ ലോക സംസ്കാരത്തിൻ്റെ വികാസത്തിന് പോലും അനുവാദത്തിൻ്റെ മഹത്വത്തിൻ്റെ എത്രത്തോളം അതിന് പങ്ക് വഹിക്കാൻ പറ്റും ഭൂമിക രഹി എന്നതിനെ കുറിച്ചാണ്. അപ്പം ലോക സംസ്കാരത്തിൻ്റെ വികാസത്തിനും അനുവാദം എന്നുള്ള കർമ്മം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിരിക്കുകയാണ്. വിശ്വക്കെ വിഭിന്ന പ്രദേശവും की जनता के बीच अंध संप्रेषण की प्रक्रिया के रूप में उनके बीच भावात्मक एकता को कायम रखने में देश विदेश के नवीन ज्ञान विज्ञान शोध चिंतन को दुनिया के हर कोने तक ही नहीं आम जनता तक भी पहुंचाने में तथा दो भिन्न संस्कृतियों को राज्य नज़दीक लाकर एक सूत्र में पिरोने में अनुवाद की महती भूमिका को नकारा नहीं जा सकता. വിശ്വക്കെ വിഭിന്ന പ്രദേശവും ഈ ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനതാക്കി ബീച്ച് ജനങ്ങൾക്കിടയിലുള്ള അന്തസംപ്രേഷൻ കി അതായത് ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ വികാര വിചാരങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രക്രിയാക്കി രൂപമേയും ഉൻകെ ബീച്ച് ഭാവാത്മക ഏകതാക്കോ കായം രഖനേമേയും ഭാവാത്മകമായിട്ടുള്ള ആ ഒരു ഐക്യം സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ദേശ് വിദേശ് നവീൻ ജ്ഞാൻ വിജ്ഞാൻ രാജ്യത്തെയും വിദേശത്തെയും പുതിയതായിട്ടുള്ള അറിവുകൾ ജ്ഞാൻ വിജ്ഞാൻ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ശോധ് ചിന്തൻ അതിൻ്റെ സെർച്ച് ആയിട്ടുള്ള അതായത് പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ കുറിച്ചിട്ടും ദുനിയാക്കി ഹർ കോനെ തക്ക് ഹി നഹി ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും മാത്രമല്ല ആം ജനത തക്ക് ഭീ പഹുജാനേമേയും ഒരു സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും എത്തിക്കാനായിട്ട് തഥാ ധോ ഭിന്ന സംസ്കൃതിയോം കോ നസ്ദീക് ലാക്കർ അതായത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളെ കൺമുന്നിൽ കൊണ്ടുവന്ന് ഏക സൂത്രമേയും പിരോനേമേയും അല്ലെ ഒരു ചരടിൽ കോർക്കാനായിട്ട് അനുവാദിക്ക് മെഹത്തി ഭൂമിക കോ നഖാര നഹി ജാ സക്ത അല്ലെ അനുവാദ് എന്നുള്ള ആ ഒരു മഹത്വം അനുവാദ് എന്ന കർമ്മത്തിൻ്റെ മഹത്വം അല്ലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് അത് നമുക്ക് ഒരിക്കലും അതിനെ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒഴിവാക്കാനായിട്ട് നമുക്കിവിടെ സാധിക്കില്ല അല്ലെ നെഗേറ്റഡ് ആണത് നഖാര നഹി ജാ സക്ത അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. प्रोफेसर जी गोमीनाथन के शब्दों में अनुवाद मानव की मूलभूत एकता की व्यक्ति चेतना एवं विश्व चेतना के अद्वैत का प्रत्यक्ष प्रमाण है. അപ്പോൾ പ്രൊഫസർ ഗോപിനാഥൻ ജി പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അനുവാദ് മാനവ്ക്ക് മൂൽഭൂത് ഏകതാക്കി അനുവാദ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ വ്യക്തി ചേതന ഏവം വിശ്വചേതനാക്കെ അല്ലേ വ്യക്തി ചൈതന്യത്തിൻ്റെയും ലോക ചൈതന്യത്തിൻ്റെയും അദ്വൈത് പ്രത്യക്ഷ പ്രമാൺ ഹെ അല്ലേ വളരെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രമാണം തന്നെ ആണ്. अतः मौजूदा शताब्दी में अनुवाद ने अपनी संकुचित साहित्यिक परिधि को लांघ कर प्रशासन विज्ञान प्रौद्योगिकी तकनीकी चिकित्सा कला संस्कृति अनुसंधान पत्रकारिता जनसंचार दूरस्थ शिक्षा प्रतिरक्षा विधि व्यवसाय आदि हर क्षेत्र में प्रवेश कर यह साबित कर दिया है कि अनुवाद समकालीन जीवन की अनिवार्यता है. അപ്പോൾ അനുവാദം എന്ന് പറയുന്നത് സമകാലീന ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എല്ലാ ഇവിടെ പറയുന്ന എന്താണ് ഈ പ്രശാസനായാലും വിജ്ഞാനായാലും പ്രൗദ്യോഗികി ആയാലും ടെക്നിക്ക് ആയാലും ചികിത്സ കല സംസ്കൃതി അനുസന്ധാൻ പത്രകാരിത ജനസഞ്ചാർ ദൂരസ്ഥ ശിക്ഷ പ്രതിരക്ഷ വിധി വ്യവസായ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ഈ അനുവാദ് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം അത് ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം ഡെവലപ്മെൻറ്റ്സും ഇത്രയധികം ഐക്യവും എല്ലാ നാടുകൾ തമ്മിലും എല്ലാ രാജ്യങ്ങൾ തമ്മിലും പരസ്പര ഐക്യവും അല്ലെങ്കിൽ പരസ്പര സഹകരണവും ഒക്കെ ഈ ഒരു ട്രാൻസ്ലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്.
हिंदी आज बाजार तंत्र की मीन्स മാർക്കറ്റ് മെക്കാനിസം വ്യവസായ വ്യാപാരക്ക് അല്ലേ നമ്മുടെ ബിസിനസ് വ്യവസായ സഞ്ചാർ തന്ത്രക്ക് അല്ലേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തഥാ ശാസകീയ വ്യവസ്ഥയ്ക്ക് അല്ലേ നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള സിസ്റ്റംസ് ഭാഷ ബൻ റഹി ഹെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഹിന്ദി ഭാഷാമേം അല്ലേ ഇതിൻ്റെയൊക്കെ എന്താണ് ഹിന്ദി ഭാഷയാണ് നമ്മളിപ്പോൾ ആശ്രയിക്കുന്നത്. ഹിന്ദി ഭാഷാമേം ഓർ ഹിന്ദി ഭാഷ സെ അനുവാദ് की परंपरा अब सुदीर्घ होने के साथ साथ पुख्ता और उल्लेखनीय भी होती जा रही है. അപ്പോൾ ഹിന്ദി ഭാഷയുടെ അതുപോലെ ഹിന്ദി ഭാഷാസെ അനുവാദിക്കി പരമ്പര ഹിന്ദി ഭാഷയിലൂടെ ട്രാൻസ്ലേഷൻ്റെ ആ ഒരു പരമ്പര ഇപ്പോൾ വളരെ സുദീർഘമായിട്ട് അതിൻ്റെ കൂടെ തന്നെ വളരെ സുപുക്ത് മീൻസ് സോളിഡ് ആയിട്ട് ഓർ ഉല്ലേഖനീയൽ എടുത്തു പറയേണ്ട ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. ലോട്ടാർ लुप्से की बात पर गौर करें तो हमें हिंदी मराठी बंगला तमिल तेलुगु या कन्नड़ा लेखकों को उनकी भाषा के नहीं ഭാരതീയ ലേഖക के रूप में देखना चाहिए. അപ്പം ലോട്ടാർ ലുപ്സെ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ആ ഒരു ചിന്തകൻ്റെ അഭിപ്രായത്തിൽ ബാത്ത് പർ ഘോർ കരേ തോ ഹമേം ഹിന്ദി മറാഠി ബംഗ്ല തമിഴ് തെലുഗു യാ കന്നഡ ലേഖകവും കോ ഉൻകി ഭാഷാക്കെ നഹി ഈ പറയുന്ന ഭാഷകളിലുള്ള ലേഖകരുടെയൊക്കെ അവരുടെ ഭാഷയിൽ മാത്രമല്ല ഭാരതീയ ലേഖക രൂപമേം തേക്കിന ചാഹി അവരെ ഇപ്പം മറാഠിയിലുള്ള അല്ലെങ്കിൽ ബംഗാളിലുള്ള തമിഴിലുള്ള മാത്രം എഴുത്തുകാരാണ് അവരൊക്കെ ലേഖകരാണ് അവർ. പക്ഷെ അവരെ ആ ഭാഷയിലുള്ള എഴുത്തുകാരായിട്ട് മാത്രം കാണാതെ ഭാരതീയ ലേഖക രൂപമേം തേക്കിന ചാഹിയെ ഭാരതീയ ലേഖകൻ്റെ രൂപത്തിലാണ് അവരെ കാണുന്നത്. കാരണം എന്താണ് അവരിപ്പോൾ തമിഴിൽ ഉള്ള ആ ഒരു സാഹിത്യമാണെങ്കിലും ആ ഒരു വർക്കിനെ അവർ ഭാരതത്തിൻ്റെ മറ്റ് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ വായിക്കാനും ആ ഒരു സാഹിത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഒരു ലേഖകനെക്കുറിച്ച് ഈ ഭാരതം മുഴുവൻ അറിയപ്പെടാനും സാധിക്കും. അങ്ങനെയാണ് ഒരു ഭാരതീയ ലേഖകൻ്റെ നിലവാരത്തിലേക്ക് വളരുന്നത്. തभी भारतीय भाषाएं भारत में और फिर विश्व में प्रतिष्ठा प्राप्त करेगी. ओडिया का लेखक सारे ओडिशा में प्रतिष्ठा प्राप्त कर ले तो यह कोई छोटी बात नहीं होगी. लेकिन ओडिया का लेखक पूरे भारत में प्रतिष्ठा हासिल करे तो यह उससे भी बड़ी बात होगी और उसके लिए चुनौती भी. ओडिया का लेखक ഒഡിയ എന്ന ഭാഷയിലുള്ള ഒരു ലേഖകൻ സാരേ ഒഡീഷാമേം പ്രതിഷ്ഠ പ്രാപ്ത് കർലേത്തോ അതായത് മുഴുവൻ ഒഡീഷയിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ടാകും. തോ കോയി ചോട്ടി ബാത്ത് നഹി ഹോഗി പക്ഷെ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ. ലേക്കിൻ ഒഡിയ കാ ലേഖക് പൂരെ ഭാരത് മേം പ്രതിഷ്ഠ ഹാസിൽ കരേത്തോ അല്ലേ ഈ മുഴുവൻ ഭാരതത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ ഒഡീഷയിലുള്ള ഒരു ലേഖകൻ ആ മുഴുവൻ ഒഡീഷയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒതുങ്ങി നിൽക്കാതെ പൂരെ ഭാരത് മേം പ്രതിഷ്ഠ ഹാസിൽ കരേത്തോ മുഴുവൻ ഭാരതത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തെളിയിക്കുകയാണെങ്കിൽ തോ യഹ് അറിയപ്പെടുകയാണെങ്കിൽ തോ യഹ് ഉസ്സേ ബി ബഡി ബാത്ത് ഹോഗിയില്ലേ അതിനേക്കാളും വലിയ കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒഡീഷ എന്ന ലേഖകൻ ഒഡീഷയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം ഒതുങ്ങി നിൽക്കാതെ അത് മുഴുവൻ ഭാരതത്തിലേക്കും വരികയാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. ബാത്ത് ഹോഗിയില്ലേ ഓർ ഉസ്കെ ലിയെ ചുനൗത്തി ഭി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരും. और जो लेखक इस चुनौती को स्वीकार कर उसमें खरे उतरते हैं वे सचमुच बहुत बड़े लेखक सिद्ध होते हैं. അങ്ങനെ ഏത് ലേഖകനാണോ ഈ വെല്ലുവിളികളെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് അതിൽ ഒരു സത്യസന്ധമായിട്ട് ട്രൂ ആയിട്ട് അതിനകത്ത് ഇറങ്ങുന്നത് വേ സച്മുച്ച് ബഹുത് ബഡേ ലേഖക് സിദ്ധ ഹോത്തെ ഹെ അദ്ദേഹം ശരിക്കും ഒരു വലിയൊരു ലേഖകനായിട്ട് തെളിയിക്കപ്പെടും. इसके लिए ज़रूरी है कि भारतीय भाषाओं में अनुवाद की प्रक्रिया को तेज किया जाए.
इसके लिए ज़रूरी है कि ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണ്? ഭാരതീയ ഭാഷാവുമേ ഭാരതത്തിലെ ഭാഷകളിൽ അനുവാദ് കി പ്രക്രിയ കോ തേജ് കിയാ ജായേ. അനുവാദ് എന്നുള്ള ആ ഒരു പ്രക്രിയ കൂടുതലായിട്ട് മാറ്റുക. അനുവാദ് എന്ന പ്രക്രിയ കൂടുതലായിട്ട് അതിന് ഇമ്പോർട്ടൻസ് നൽകുക. അനുവാദ് കെ ബിനാ ഹമാര कोई भी लेखक यूरोप अमेरिका तो दूर अपने ही देश में ഭാരതീയ ലേഖക के रूप में प्रतिष्ठित नहीं हो सकता. അപ്പം അനുവാദ് എന്ന ഒരു ക്രിയ ഇല്ലെങ്കിൽ അത് കൂടാതെ നമ്മുടെ ഒരു ലേഖകൻ, അതായത് ഭാരതത്തിലെ ലേഖകൻ യൂറോപ്പും അമേരിക്ക പോലെയുള്ള ദൂര രാജ്യങ്ങളിലെ അല്ലേ അവരുടെ ഒരു ഭാരതീയ ലേഖകൻ എന്ന രൂപത്തിൽ പ്രതിഷ്ഠ നേടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഭാരതീയ ലേഖകൻ എന്ന നിലയിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പ്രശസ്തനാകണമെങ്കിൽ അത് അനുവാദ് എന്നുള്ള ഈ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമാണ്. ഉദാഹरण के लिए फकीर मोहन सेनापति, प्रतिभा राय, सीताकांत महापात्र आदि अगर हिंदी में अनुदित न होते तो क्या भारतीय लेखक के रूप में इतने बड़े पैमाने पर देश और दुनिया में स्वीकार्य हो सकते थे. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫക്കീർ മോഹൻ സേനാപതി, അതുപോലെ പ്രതിഭ റായ്, സീതാകാന്ത് മഹാപാത്ര തുടങ്ങിയിട്ടുള്ള വലിയ പ്രശസ്തരായിട്ടുള്ള ലേഖകരെ, അവർ ഭാരതീയ ലേഖകരെ, അവർ വിദേശികളുടെ ഇടയിൽ പോലും അറിയപ്പെടുന്ന ഹിന്ദിമേം അനുദിത് ന ഹോത്തേ തോ, അതായത് ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു കർമ്മം ചെയ്തില്ല എങ്കിൽ ക്യാ ഭാരതീയ ലേഖക രൂപമേം ഇത്തിനെ ബഡേ പൈമാനെ പർ ദേശ് और दुनिया में स्वीकार्य हो सकते थे. അതായത് നമ്മുടെ ഭാരതത്തിലെ ഒരു ലേഖകന്റെ രൂപത്തിൽ തന്നെ അവർ ഒതുങ്ങി നിന്നതിന് അതിന് പുറത്തേക്ക് ഈ ദുനിയാമയും ഈ ലോകത്തിൽ തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിത്വങ്ങളായിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന സാഹിത്യകാരായിട്ട് വളരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ആ അനുദിത് അല്ലെങ്കിൽ അനുവാദിത് എന്ന ഒരു ക്രിയയിലൂടെയാണ് അല്ലേ. निश्चय ही नहीं, अनुवाद की ताकत पाकर ही कोई बड़ा लेखक और भी बड़ा सिद्ध होता और अपनी सामर्थ्य को ദിങ്ക് ദിഗന്ത് തക്ക് ഫൈലാ ജാത്താ ഹെ. അപ്പം ആ ഒരു ലേഖകന് ഇത്രയും ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചത് അല്ലേ ഒരു നമ്മുടെ ഇന്ത്യയിൽ ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രമല്ല, ഒരു ഭാരതത്തിന് അകത്ത് മാത്രമല്ല അല്ലേ, അതും മറികടന്നിട്ട് അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ ആ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ ഒരു പ്രതിഭയെ അറിയാനായിട്ട് സാധിച്ചത് അനുവാദ് കി താക്കത്ത് പാക്കർ ഹി ഹോയി ബഡാ ലേഖക ഓർ ബി ബഡാ സിദ്ധ അല്ലേ, ഒരു വലിയ ലേഖകൻ ഓർ ബി ബഡ അതിനേക്കാളും വലിയ ഒരു ലേഖകനായിട്ട് തെളിയിക്കപ്പെടുകയാണ്. ഓർ അപ്പിനി സാമർത്ഥ്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റി ദിഗന്ത് തക്ക് അല്ലേ, ദിഗന്ധങ്ങൾ തന്നെ ഓരോ മുക്കിലും മൂലയിലും അല്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ അറിയപ്പെടാനായിട്ട് അല്ലെ ഫൈലാജാത്ത വ്യാപിക്കാനായിട്ട് അത് വഴിയൊരുക്കി. अनुपात के बगैर वह सिद्ध नहीं हो सकता जो दरअसल वह होता है और यह काम अनुवादक ही कर सकता है. അപ്പോൾ ഈ ഒരു ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ശരിക്കും അനുവാദക് അല്ലെ ഒരു ട്രാൻസ്ലേറ്റർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ऐसे में अनुवाद की महत्ता को जन जन तक पहुंचाना और अनुवादकों को सम्मानजनक स्थान दिलाना ज़रूरी हो गया है ताकि भारतीय साहित्य और मनीषा को दूसरों तक पहुंचाकर राष्ट्रीय सेतु का निर्माण किया जा सके. അപ്പം ഇവിടെ അങ്ങനെ അനുവാദിക്ക് മെഹത്താക്കോ അനുവാദിൻ്റെ മഹത്വത്തിനെ ജൻ തക് പഹുഞ്ചാന ഓരോ ജനങ്ങളിലേക്കും ഓരോരുത്തരിലേക്കും എത്തിക്കുക. ഓർ അനുവാദകവും കോ സമ്മാൻജനക് സ്ഥാൻ ദിലാന അനുവാദകൻ ട്രാൻസ്ലേറ്റർക്ക് സമ്മാൻജനക് വളരെ ആദരപൂർവകമായിട്ടുള്ള അല്ലെ വളരെ റെസ്പെക്റ്റോട് കൂടിയുള്ള ആദരപൂർവമായിട്ടുള്ള ഒരു സ്ഥാനം അവർക്ക് കിട്ടുക അല്ലെങ്കിൽ കൊടുക്കപ്പെടുക. സരൂരി ഹോ ഗയാ ഹേക്കി അതൊക്കെ അത്യാവശ്യമാണ്. താക്കി എങ്കിൽ പോലും ഭാരതീയ സാഹിത്യ ഓർ മനീഷാക്കോ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെയും അതിൻ്റെ അന്തസ്സത്തെയും ദൂസറോം തക്ക് പഹൂഞ്ചാക്കർ മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് രാഷ്ട്രീയ സേതുക്ക നിർമ്മാൺ കിയാ ജാ സകെ രാഷ്ട്രീയ
രാഷ്ട്രീയമായിട്ടുള്ള ഒരു സേതുവിൻ്റെ നിർമ്മാണമാണ് ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു സേതു അല്ലെ, ആ ഒരു പാലം ഇവിടെ പണിതിരിക്കുകയാണ്. അതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകാൻ പറ്റുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസ്കാരങ്ങളും കൈകാര്യം ചെയ്യപ്പെടുകയാണ്, മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. अनुवाद आज के व्यावसायिक युग की अपेक्षा ही नहीं अनिवार्यത भी बन गया है. അനുവാദ് എന്ന് പറയുന്നത് ഇന്നത്തെ വ്യാവസായികമായിട്ടുള്ള യുഗത്തിനെ അപേക്ഷിച്ച് അനിവാര്യത അല്ലേ, അത് ഒരു ആവശ്യമായിട്ടുള്ള അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വ്യാവസായിക യുഗത്തിൽ അത് ഒരു അനുവാദം എന്നുള്ളത് അനിവാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. യഹ് ഏക് സേതു ഹെ അല്ലേ, ഇതൊരു സേതു പോലെയാണ്, അതായത് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യുന്ന ഒരു സേതു. സാംസ്കൃതിക് സേതു അല്ലെ, സാംസ്കാരികമായിട്ടുള്ള ആ ഒരു സേതു, ഒരു പാലം. सांस्कृतिक एकता, परस्पर आदान प्रदान तथा विश्व कुटुंबकम के स्वप्न को साकार करने की दृष्टि से अनुवाद की भूमिका उल्लेखनीय रही है. അപ്പം ഈ സാംസ്കാരികമായിട്ടുള്ള ഈ സേതു അത് സാംസ്കൃതിക ഏകത, സാംസ്കാരികമായിട്ടുള്ള ഐക്യം, പരസ്പര ആദാൻ പ്രദാൻ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾ, തഥാ വിശ്വകുടുംബകം അല്ലെ, വിശ്വകുടുംബകം എന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അനുവാദ് എന്നുള്ളതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അത് ഉല്ലേഖനീയ രഹി ഹെ, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇസ് പ്രകാർ വർത്തമാൻ യുഗമേം, ഇപ്രകാരം നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ അനുവാദ് की महत्ता और उपयोगिता केवल भाषा और साहित्य तक ही सीमित नहीं है. അനുവാദിൻ്റെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ അനുവാദിൻ്റെ ആ മഹത്വം, അതിൻ്റെ ഉപയോഗിത അല്ലെ, അതിൻ്റെ യൂസബിലിറ്റി കേവലം ഭാഷയിലും സാഹിത്യത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പിന്നെയോ വഹ് ഹമാരെ സാംസ്കൃതിക്, ഐതിഹാസിക് और राष्ट्रीय संहति और ऐक्य का माध्यम है, जो भाषाई सीमाओं को पार करके भारतीय चिंतन और साहित्य की सृजनात्मक चेतना की समरूपता के साथ साथ वर्तमान तकनीकी और वैज्ञानिक युग की अपेक्षाओं की पूर्ति कर हमारे ज्ञान विज्ञान के आयामों को देश विदेशों में संपृक्त करती है. അപ്പോൾ നമ്മുടെ വർത്തമാന യുഗത്തിൽ അനുവാദിൻ്റെ ഇമ്പോർട്ടൻ്റെയും അതിൻ്റെ യൂസബിലിറ്റിയും എത്രത്തോളം കൂടുതലാണ്. അത് ഭാഷയിലും സാഹിത്യത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, സീമിത നഹി ഹെ. പിന്നെയോ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഐതിഹാസികം, നമ്മുടെ ചരിത്രപരമായിട്ടും അതുപോലെ നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഐക്യക മാധ്യം, അതിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഒരു മാധ്യമമായിട്ട് മാറിയിരിക്കുകയാണ്. ജോ ഭാഷായി സീമാവും കു പാർ കർക്കെ അല്ലേ, ഈ ഭാഷാപരമായിട്ടുള്ള അതിർവരമ്പുകളൊക്കെ ലംഘിച്ച് അതിനെയൊക്കെ മറികടന്ന് പാർ കർക്കെ ഭാരതീയ ചിന്തന ഓർ സാഹിത്യ की സൃജനാത്മക ചേതന की സമരൂപത के साथ साथ ഭാരതീയ ചിന്തനം എന്താണ്, ഭാരതീയ ചിന്തകൾ, അതും സാഹിത്യ की സൃജനാത്മകത, സാഹിത്യത്തിൻ്റെ പുതിയ പുതിയ സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ചൈതന്യത്തിനെയും സമരൂപത के साथ साथ, അതായത് ഐക്യത്തിൻ്റെ കൂടെ തന്നെ വർത്തമാൻ ടെക്നിക് और वैज्ञानिक युग की अपेक्षाओं की पूर्ति कर, ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള ഈ യുഗത്തിൽ അതിൻ്റെ എന്താ ഒരു അത് പൂർത്തീകരിക്കാനായിട്ട് അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനായിട്ടുള്ള അത് പൂർത്തീകരിക്കാനായിട്ട് ഹമാരെ ജ്ഞാൻ വിജ്ഞാൻ കെ ആയാമോം കോ ദേശ് വിദേശ് മേം സംപൃക്ത് കർത്തി ഹെ. സാറ്റുറേറ്റഡ് ആണത്. അപ്പം ആയാമോ മീൻസ് ഡയമെൻഷൻ. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പരിധി ഉണ്ടാകുമല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ അനുവാദം എന്നുള്ള പ്രക്രിയയാണ് സാധിക്കുന്നത്. അതില്ലെങ്കിൽ നമുക്കൊന്നും കാര്യങ്ങളും സാധിക്കാൻ പറ്റില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. दूसरे शब्दों में अनुवाद विश्व संस्कृति, विश्व बंधुत्व, एकता और समरसता स्थापित करने का एक ऐसा सेतु है जिसके माध्यम से विश्व ज्ञान
विज्ञान के क्षेत्र में क्षेत्रीयतावाद के संकुचित एवं सीमित दायरे से बाहर निकलकर मानवीय एवं भावात्मक एकता के केंद्र बिंदु तक पहुंच सकता है और यही अनुवाद की आवश्यकता और उपयोगिता का सशक्त एवं प्रत्यक्ष प्रमाण है. അപ്പം മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ അത് അനുവാദ് എന്നത് വിശ്വസംസ്കൃതി അല്ലേ, ഈ ലോക സംസ്കാരം, അതുപോലെ വിശ്വബന്ധുത്വം അല്ലേ, ലോകത്തിൻ്റെ ആ ഒരു പരസ്പര ബന്ധുത്വം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കണക്ഷൻസ്, ഏകത, ഐക്യം ഓർ സമരസത അല്ലേ, സ്ഥാപിത് കർണേക്ക ഏക് ഏസാ സേതു ഹെ, ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള ആ ഒരേ ഒരു പാലം എന്ന് പറയുന്നത് അതെന്താണ്, ജിസ്കെ മാധ്യം സേ വിശ്വജ്ഞാൻ, ഇതേ അത് അനുവാദം തന്നെയാണ്. അപ്പം അതിൻ്റെ ആ ഒരു മാധ്യമത്തിലൂടെ വിശ്വജ്ഞാൻ വിജ്ഞാൻ കെ ക്ഷേത്രമേയും, ഈ ലോകത്തിൻ്റെ ജ്ഞാൻ വിജ്ഞാൻ കെ അറിവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഈ മണ്ഡലത്തിൽ ക്ഷേത്രീയാഥാവാദ് കെ സങ്കുചിത ഏവം സീമിത ദായരെ സേ ബാഹർ നികൽക്കർ, അത് ഒരു അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അല്ലേ, സീമിതമായിട്ട് അതിൻ്റെ ആ ഒരു സ്കോപ്പ്, അതിൻ്റെ പ്രതീക്ഷകൾ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പറക്കാനായിട്ട് അല്ലേ, ആ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് വരാനായിട്ട് മാനവീയ ഏവം ഭാവാത്മക ഏകതാക്കെ കേന്ദ്ര ബിന്ദു തക്ക്, മാനവീയവും അതുപോലെ ഭാവാത്മകവുമായിട്ടുള്ള ഐക്യത്തിന് കേന്ദ്ര ബിന്ദു, അതിൽ നിന്നും പഹുഞ്ച് സക്താ ഹെ, അതിൽ വരെ എത്തി നിൽക്കുകയാണ്. ഓർ യഹി അനുവാദ് കി ആവശ്യകത ഓർ ഉപയോഗിത കാ സശക്തി ഏവം പ്രത്യക്ഷ പ്രമാൺ ഹെ. അപ്പം അനുവാദിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അതിൻ്റെ യൂസബിലിറ്റി എത്രയാണ്, അത് സശസ്ത ഏവം പ്രത്യക്ഷ പ്രമാൺ ഹെ, വളരെ ശക്തവും പ്രത്യക്ഷവുമായിട്ടുള്ള ആ ഒരു പ്രമാൺ മീൻസ് ഒരു തെളിവാണത്. आज जब सारा विश्व सामाजिक पुनर्व्यवस्था पर एक नए सिरे से विचार कर रहा है और व्यक्ति तथा समाज को एक नव्य स्वतंत्र दृष्टि मिली है, वही हम भी व्यक्ति और देश को विश्व के परिप्रेक्ष्य में देखने समझने का प्रयत्न कर रहे हैं. ऐसी स्थिति में अनुवाद का महत्व और भी बढ़ा जाता है. आज जब सारा विश्व सामाजिक पुनर्व्यवस्था पार कर नए सिरे से विचार कर रहा है. अब आज ഇന്ന് जब सारा विश्व, ഈ മുഴുവൻ ലോകത്തിൻ്റെയും സാമാജിക് പുനർവ്യവസ്ഥ, സാമൂഹികമായിട്ടുള്ള അതിൻ്റെ പുനഃസൃഷ്ടി, പർ ഏക് നയേ സിരേസെ, അതിൻ്റെ പുതിയ ആ ഒരു അവസാനത്തിലേക്ക്, ആ ഒരു പുതിയ അതിൻ്റെ എൻഡിലേക്ക് വിചാർ കർ രഹാ ഹെ. ഓർ വ്യക്തി തഥാ സമാജക്കോ, വ്യക്തിയാണെങ്കിലും സമൂഹമാണെങ്കിലും ഏക് നവ്യ സ്വതന്ത്ര ദൃഷ്ടി മിലി ഹെ, ഒരു പുതിയതായിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടാണിന്ന്, ഒരു പുതിയതായിട്ടുള്ള ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടാണ്. വഹി ഹംബി വ്യക്തി ഓർ ദേശ് കോ വിശ്വ के परिप्रेक्ष्य में देखने समझने का प्रयत्न कर रहे हैं. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുകളോടുകൂടി നമ്മളും വ്യക്തി ഓർ ദേശക്കോ, നമ്മുടെ വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ദേശത്തിനെ, ഒരു രാജ്യത്തെ തന്നെയാണെങ്കിലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യം മീൻസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ദേക്കിനെ സമജിനെയൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള ആ ഒരു പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏസി സ്ഥിതിമേം അനുവാദ കാ മെഹത്വ ഓർ ബി ബഡ് ജാത്ത ഹെ, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ അനുവാദിൻ്റെ ഒരു മെഹത്വം എന്ന് പറയുന്നത് ഓർ ബി ബഡാ ജാത്ത ഹെ, അത് ഒന്നുകൂടി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിനം പ്രതി ഈ അനുവാദിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏതൊക്കെ ഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് അനുവാദ് കാ സ്വരൂപ് എന്നൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.